അപ്പോൾ അതെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇതാട്ടോ ഇന്ന് പോകുന്ന വണ്ടി. നമ്മൾ പക്ഷേ ഇതിനല്ല പോകുന്നത്. നമ്മളിതേ ഹർക്കിദുൻ ട്രക്കിന് വേണ്ടിയിട്ട് പോകും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ സാങ്ക്രിയിലേക്ക് ഇവിടുന്ന് ഒരു ടീം ഇന്ന് പോകുന്നുണ്ട്. നമ്മൾ അവരോടൊപ്പമാണ് പോകുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ വണ്ടിക്ക് തന്നെയാണ് പോകുന്നത്. പോകുന്ന ടീമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ പോയിട്ട് ISBT പോയി കിടക്കും. ഇപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നെങ്കിൽ ഇതുപോലെ വണ്ടി അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ ആൾക്കാർ വരുന്നത് ബസ്സിനാണ്. അപ്പോൾ ISBTയിലേക്ക് അവർ പോകും. ഇപ്പോൾ സമയം രാവിലെ 8 മണിയാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതേ സാധനങ്ങളൊക്കെ കയറ്റുന്നുണ്ട്. നമ്മുടെ ബാഗും ഞാൻ വണ്ടിയിൽ കയറ്റി വിടുകയാണ്. 6 പേരേ ഉള്ള വണ്ടിയിൽ. അപ്പോൾ ഇനി അങ്ങോട്ട് ട്രക്കിങ്ങിൻ്റെ വീഡിയോസ് ആയിരിക്കും. ഇന്ന് നമ്മൾ സാങ്ക്രിയിലേക്ക് പോകുന്ന കാഴ്ചകളും മുസ്സൂരി സാങ്ക്രി അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അതുപോലെ ഇനി അങ്ങോട്ടുള്ളത് ഹർക്കിദുൻ, നമ്മുടെ ഉത്തരാഖണ്ഡിൽ തന്നെ മെയിനായിട്ടുള്ളൊരു ട്രക്കിംഗ് ആട്ടോ. അതിൻ്റെ കാഴ്ചകളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേ അവിടെ കേട്ടോ നമ്മൾ നിന്നത്. ഫ്ലാറ്റ് ഇതേ അവിടെയാണ്. അപ്പോൾ ഇതാണ് വണ്ടി. ഡ്രൈവർ കാ നാം പങ്കജ്. അപ്പോൾ അതേ അമിത്തുണ്ട് നമ്മുടെ ഒപ്പം. അമിത്തിൻ്റെ അടുത്താണ് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതേ വണ്ടി പോവാട്ടോ. നേരെ ISBT പോയിട്ട് അവരെ പിക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാനുള്ള സമയമായിട്ടോ. മാപ്പ് ഇട്ടിട്ടുണ്ട്. മൊത്തം 199 കിലോമീറ്ററാണ് സാങ്ക്രി എന്ന് പറയുന്ന വില്ലേജ് വരെയുള്ള ദൂരം. വഴി അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ മുസ്സൂരി വഴിയാട്ടോ പോകുന്നത്. മുസ്സൂരിയൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ നമ്മൾ ഡെറാഡൂണിൽ നിന്ന് സാങ്ക്രിയിലേക്ക് പോകുന്ന കാഴ്ചകൾക്കായിരിക്കും ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമ്മളിത് താമസിച്ച് ഇവിടെ ആയിരുന്നു. ഡെറാഡൂണിലെ ടെർണർ റോഡ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ആദ്യം നമുക്ക് പെട്രോൾ അടിക്കണം, ഫുൾ ടാങ്ക് ആക്കിയിട്ട് വേണം പോകാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അവർ പറഞ്ഞത് മുസ്സൂരിയൊക്കെ എത്തുമ്പോഴത്തേക്ക് തണുപ്പ് കൂടും. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച തെർമൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ജീൻസും ഒരു പാൻറ്റും ഇട്ടിട്ടുണ്ട്. തണുപ്പ് കൂടിയാൽ സീനാവും. എന്തായാലും നമുക്ക് സാങ്ക്രി ചെല്ലുമ്പോൾ ഇനിയും ഡ്രസ്സിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും. നമുക്ക് റൈറ്റിലേക്കാട്ടോ പോകേണ്ടത്. റൈറ്റാണ് ISBT ഒക്കെ. നമുക്ക് പക്ഷേ പമ്പ് ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. നമുക്ക് പോയി ഫുൾ ടാങ്ക് ആക്കിയിട്ട് വരാം. ഇന്നെന്തായാലും നമുക്ക് ബാഗൊന്നും അഴിക്കണ്ട. ഏതായാലും നമ്മൾ 440 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആക്കിട്ടോ. എണ്ണ തീരാനായിരുന്നു. ഇനി അങ്ങോട്ട് അധികം പമ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുള്ള് റിമോട്ട് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. സാങ്ക്രി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും പമ്പില്ല. അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ 18 കിലോമീറ്റർ ഇപ്പുറമായിട്ടുള്ള മുറി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമുക്കെല്ലാം കാണാം, എല്ലാം നമുക്ക് കാണാമല്ലോ. അങ്ങോട്ടല്ലേ നമ്മൾ പോകുന്നത്. മൊത്തം 6-7 മണിക്കൂർ എടുക്കും കേട്ടോ 200 കിലോമീറ്റർ കവർ ചെയ്യാൻ. റോഡൊക്കെ വളരെ മോശമായിരിക്കും അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇവിടുന്ന് ഡെറാഡൂണിൽ നോക്കി അങ്ങ് മലേൻ്റെ മുകളിൽ അവിടെയൊക്കെ ആയിട്ട് ഒരു ടൗണ്, കുറേ ബിൽഡിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാം. അതാണ് മുസ്സൂരി. ഇവിടുന്ന് കാണാം കേട്ടോ നോക്കിയാൽ. ശരിക്കും പറഞ്ഞാൽ ഡെറാഡൂണിൽ ഇവിടെ വന്നിട്ട് കുറച്ച് കറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഒരു പരിപാടിയും നടന്നില്ല. കുഴപ്പമില്ല, ഇനി നമുക്ക് ചെയ്യാമല്ലോ. രാവിലെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്. ഏതായാലും അല്ലെങ്കിൽ ഭയങ്കര തിരക്കാട്ടോ. രാത്രി ഒന്നും നമുക്ക് ഇതിലെ വണ്ടി കൊണ്ട് പോകണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് മാപ്പിൽ പറയുന്ന ലെഫ്റ്റിലോട്ട് തിരിയാണ്. നേരെയുള്ളതാണ് ഡെറാഡൂൺ സിറ്റിയും ക്ലോക്ക് ടവർ കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇതൊരു ബൈപ്പാസ് പോലെ മുസ്സൂരിക്കുള്ള റോഡായിരിക്കും. നമുക്കെന്തായാലും സിറ്റി കയറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോക്കിയാൽ കറക്റ്റ് കാണാം. അവിടെ നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന മലയിൽ കാണാം ഒരു ടൗണ്. അതാണ് മുസ്സൂരി. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ മലേൻ്റെ താഴെയുള്ളൊരു സ്ഥലമാട്ടോ ഡെറാഡൂൺ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വാലിയിലുള്ള ഒരു സിറ്റിയാണ് ഡെറാഡൂൺ. നമ്മൾ നല്ല റോഡ് ആയതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോകുന്നതാണ്.
മാക്സിമം കിട്ടുന്ന ടൈം നമുക്ക് കിട്ടുന്നതിന് മുന്നേ അവിടെ എത്തണം. 5 മണി കഴിഞ്ഞാലെന്ന് ഞാൻ പറഞ്ഞോണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നത്. 5 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന കാര്യമൊന്നും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല തണുപ്പായിരിക്കും. ഹർക്കിദുൻ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ ട്രക്കാണ് ശരിക്കും. പക്ഷെ നമ്മളിപ്പോൾ പോകുന്ന നവംബറിലാണ്. വിൻ്ററിൽ, അതായത് മഞ്ഞ് വീഴുന്ന ടൈമിൽ അവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ മഞ്ഞുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങോട്ട് വിൻ്ററിൽ ആർക്കും പ്രവേശനമില്ല, പെർമിഷൻ കിട്ടത്തില്ല അങ്ങോട്ട് ട്രക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ലാസ്റ്റ് ട്രക്കിംഗ് ആട്ടോ, നവംബർ 22. ഇന്നിപ്പോൾ നവംബർ 22 ഇന്ന് പോകുന്നത് ഹർക്കിദുൻ ട്രക്കിൻ്റെ ലാസ്റ്റ് ട്രക്കാണ് ഈ സീസണിലെ. അപ്പോൾ അതിൽ നമുക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ അത്യാവശ്യം സ്നോയും കാര്യങ്ങളൊക്കെ എന്തായാലും അവിടെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ റോബേസ് കേവ് പോയി. അതേ റൂട്ടാട്ടോ നമ്മളും പോകുന്നത്. അത് നമ്മുടെ മുസ്സൂരി റൂട്ടിലുള്ള ഒരു സ്ഥലമാണ് റോബേസ് കേവ്. ഇവിടെ മിലിറ്ററീൻ്റെ എന്തൊക്കെ സംഭവങ്ങൾ കാണാം. ഇവിടെ കണ്ടോ, ഗ്രൗണ്ടിൽ ഒരു ഹെലികോപ്റ്ററും മറ്റേ മിലിറ്ററീൻ്റെ വണ്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മോഡൽ ആ ഗ്രൗണ്ടിൽ. ഇത് മിലിറ്ററിക്കാർ അവിടെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് മിലിറ്ററീൻ്റെ ഒരു വണ്ടി വരുന്നുണ്ടോണേ. നോക്കിക്കോ, നോക്കിയേ, തോക്കൊക്കെ പിടിച്ചിട്ടുണ്ടോ, ഏതോ ഓഫീസേഴ്സാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ മലകളോട് അടുത്തുകൊണ്ടിരിക്കുക. കറക്റ്റ് നമുക്കിപ്പോൾ മുസ്സൂരി കാണാം ഇവിടുന്ന്. ഇതുണ്ടോ, ഹിമാലയൻ മലകളൊക്കെ അതിൻ്റെ അപ്പുറമുണ്ട്. നമ്മളങ്ങോട്ടാണ് പോകുന്നത്. ഇന്നലെ നമ്മൾ ഇതിലായിട്ട് പോയി. ഇവിടുന്ന് ഒരു താഴേക്കൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ള ഗുച്ചുപ്പാനി നമ്മളിന്നലെ പോയ റോബേസ് കേവ്. നമ്മൾ സെയിം വഴിയാണ് കേട്ടോ വന്നേ. അപ്പോൾ ഇതാന്ന് തോന്നുന്നു ഡെഹ്റാഡൂൺ ടൗണിൽ നിന്ന് വരുന്ന റോഡ് കേട്ടോ. നമ്മളങ്ങനെ മെയിൻ റൂട്ടിൽ വന്ന് ചാടി. ഇനി ഇവിടുന്ന് ഒരു 10-24 കിലോമീറ്റർ ഇവിടെ മുസ്സൂരിക്ക്. ഇനി അങ്ങോട്ട് അടിപൊളിയാട്ടോ, റൂട്ടൊക്കെ നല്ല ചുരമായിട്ടുള്ള റോഡും. നമുക്ക് ഈ ഡെഹ്റാഡൂൺ സിറ്റിയൊക്കെ നമുക്ക് മുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ മലയിൽ നമുക്ക് മുസ്സൂരി കാണാം. ഇനി നമുക്ക് മുകളിൽ ചെന്നിട്ട് ഡെഹ്റാഡൂൺ കാണാം കേട്ടോ. ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം, മുസ്സൂരി ലേക്ക്, ശിവമന്ദിർ, മത്സ്യ ഡിയർ പാർക്ക്. മുസ്സൂരിയിൽ ഒരുപാട് കാണാനുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മുസ്സൂരി നമ്മുടെ ലിസ്റ്റിലില്ല. നമ്മൾ നേരെ സാങ്ക്രിയാണ്. നമ്മുടെ അമിത് ഇപ്പോൾ വിളിച്ചിട്ട് അമിത്തിന് വരാൻ പറ്റത്തില്ല. വേറൊരാളാട്ടോ വരുന്നത്, സൗരവ് എന്ന് പറഞ്ഞിട്ട് വേറെ ആരാണ്ടാണ് നമ്മുടെ കൂടെ ട്രക്കിനുണ്ടാവുക, നമ്മളെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ആളായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, ആരായാലും നമുക്ക് പോയാൽ പോരെ. അവർ ഡെഹ്റാഡൂണിൽ നിന്ന് പോകുന്നിട്ടില്ല, നമ്മളാണ് ഫ്രണ്ടിൽ. അടിപൊളി റൂട്ടാട്ടോ. രാവിലെ പോകുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഫീൽ. അതുമല്ല തണുപ്പ് കൂടി വരുന്നുണ്ട്. മുസ്സൂരിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് നല്ല തണുപ്പാവും. ഈ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള ഓരോരോ മാഗി പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് മാഗി കഴിക്കാം. ഒരുപാട് പേര് പറയുന്നുണ്ട് മാഗി കഴിക്കരുത്, മാഗി ഇങ്ങനെ കഴിക്കരുത്, ഇത് കേടാണെന്ന്. അറിയാം, പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾ മാഗിയെ കഴിക്കുള്ളൂ. ഈ തണുപ്പത്ത് മാഗി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ എന്ത് കഴിച്ചാലും കിട്ടത്തില്ല. പിന്നെ ഉള്ളത് റൊട്ടിയും സാധനങ്ങളൊക്കെയാണ്. ഇതുണ്ടല്ലേ, ഒരുപാട് കടകളുണ്ട്. നല്ല വ്യൂ പോയിന്റിലേക്ക് നോക്കിയിരുന്നിട്ട് നമുക്ക് നല്ല ചൂട് മാഗി കഴിക്കണം. ബൈക്കും തടയൂ. बाइक टोलो हाउ मच? मुझे हिंदी नहीं मालूम. 12 rupees. 12 rupees, right? 12 rupees, right? Okay.
അവനെ പറ്റിക്കാൻ നോക്കിയതാ നമ്മളോടെ കളി. 20 രൂപ കൊടുത്തപ്പോൾ അവന് എന്തൊക്കെയോ പറയുക. ഞാൻ 10 എടുത്ത് കൊടുത്തു. അപ്പോൾ ബൈക്കിനും ഇങ്ങോട്ട് എൻട്രി വണ്ടികൾക്കെല്ലാം പൈസ വാങ്ങും കേട്ടോ. മുസൂരി ഭാഗത്തോട്ട് ബൈക്കിന് 12 രൂപ, കാറിന് അതിലും കൂടും. എല്ലാ വണ്ടിയും തടയുന്നുണ്ട്. നമ്മൾ കയറി വന്ന വഴിയൊക്കെ കാണാം കേട്ടോ. നമ്മൾ ആ മലയിൽ കൂടെയാണ് കയറിയത്. എന്നിട്ട് ഇപ്പുറത്തെ മലയിലെത്തി. നമുക്ക് ഇവിടെ നിർത്താം. ഞാൻ എന്തായാലും ഒരു മാഗി പറഞ്ഞു. മാഗി ഇത് കണ്ടല്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? ഇതാണ് ഇവിടെയുള്ള കടയിലെല്ലാം ഇങ്ങനെ കേട്ടോ. ബാക്ക് സൈഡിൽ ഇതേപോലെ നല്ല വ്യൂവിൻ്റെ അവിടെ ഇങ്ങനെ കസേരയൊക്കെ ഇട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. വാവ്, അടിപൊളി, രക്ഷയിലോട്ടോ. നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയെല്ലാം ഇവിടുന്ന് കാണാം. അതിലിങ്ങനെ കയറി വന്നു. അപ്പോൾ അതേ നമ്മുടെ മാഗി വന്നു കേട്ടോ. നമുക്ക് ഈ വ്യൂവും കണ്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. വെയിലത്തിരിക്കുമ്പോൾ ആയിട്ടൊരു ആശ്വാസം. ഇതിൻ്റെ ടേസ്റ്റ് വേറൊന്നിനും കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗ്രീൻ വാലി കഫേ എന്ന് പറഞ്ഞ ചെറിയൊരു ചായക്കടയിൽ നിന്നാട്ടോ മാഗിയും ചായയും കുടിച്ചു. മാഗിക്ക് 50 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. മാപ്പൊക്കെ ഞാൻ ഊരി വെച്ചു. ഇനിയിപ്പോൾ മുസൂരി ചെന്നിട്ട് നമുക്ക് മാപ്പ് മതി. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. കൊറോണ ഒന്നും ഇവിടെ ഒന്നും ഒരു സീനുമില്ല. ഇത് കണ്ടല്ലേ, ബാട്ട ഫാൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. അത് നമുക്ക് റോപ്പ് വേ സൗകര്യമുണ്ട്. 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം ഇവിടുന്ന്. മുസൂരി എത്തുന്നതിൻ്റെ മുന്നേ ആണ്. റോപ്പ് വേ സൗകര്യമൊക്കെ ഉണ്ട്. എല്ലാം ഓപ്പണാണ്. റോപ്പ് വേയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ ഇത് ഇക്യ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പാർക്കൊക്കെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ റൂട്ടിൽ ഒരുപാടുണ്ടല്ലോ സംഭവങ്ങൾ. നമ്മളിതേ മുസൂരി എത്താനായി. ഈ റൂട്ടിൽ നിന്ന് തന്നെയാണ് ഉത്തരാകാശി, ഗംഗോത്രി, യമുനോത്രി ഒക്കെ പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെയാണ് യമുനോത്രിയൊക്കെ. അതുപോലെ നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്കുള്ള റോഡുണ്ട്. ഇത് ഉത്തരാകാശിയിലേക്കുള്ള വഴിയാണ്. നേരെ മുസൂരി, അതുപോലെ കെംപ്റ്റി ഫാൾസ്, അതൊക്കെ നമുക്ക് കാണാം. കെംപ്റ്റി ഫാൾസൊക്കെ നമ്മൾ പണ്ടത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പോകുന്ന വഴിക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൈറ്റിലുള്ള വാട്ടർഫാൾസാണ് കെംപ്റ്റി ഫാൾസ്. അത് ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ മുസൂരി ടച്ച് ചെയ്യാണ്ട് നമുക്ക് പോകാൻ ഒരു വഴിയുണ്ട് കേട്ടോ. നമ്മൾ ഡെറാഡൂണിൽ നിന്ന് മാപ്പ് ഇട്ടപ്പോൾ വേറെ വഴിയാണ് കാണിച്ചത്. പക്ഷേ മുസൂരി വഴി പോകുന്നതല്ല അതിൻ്റെ രസം. അതുകൊണ്ടാണ് മുസൂരി വഴിയുള്ള വഴി എടുത്തത്. മറ്റേതാകുമ്പോൾ ഒന്നുകൂടെ ടൈം കുറയും തോന്നുന്നു. അങ്ങനെ നമ്മൾ മുസൂരി എത്തി. മുസൂരി യു ആർ അറ്റ് 1880 മീറ്റർ ഹൈറ്റ്, അതായത് 6170 അടി ഉയരത്തിലോട്ടോ. നമ്മൾ ഇവിടെ ബ്ലോക്കാണ്. ഈ കാണുന്നതാണ് മുസൂരി ടൗണ്. ഈ വെയിലൊക്കെ ചുമ്മാതാട്ടോ, നല്ല തണുപ്പാണ്. മറ്റേത് വെയിലത്ത് പോയൊരു സമാധാനം ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ ഫുൾ തണുപ്പ്. ബസ് തട്ടിയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ മുസൂരിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് പോകുന്ന ബസ്സാട്ടോ. ഡെറാഡൂൺ ടു മുസൂരി ഇഷ്ടംപോലെ ബസ്സൊക്കെ ഉണ്ട്. ബസ് അവിടെ കാറേലും കണ്ട് തട്ടി. നമ്മളങ്ങനെ മുസൂരി മെയിൻ ജംഗ്ഷനിലെത്തിയിട്ടോ. നേരെ കാണുന്ന മുന്നിൽ കാണുന്നുണ്ടോ മുസൂരി ലൈബ്രറി, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1843. ഞാൻ നിർത്തി കാണിച്ചു തരാം. അതുപോലെ ഇവിടെ നമ്മുടെ മണാലിയിലുള്ള പോലെ തന്നെ ഇവിടെ ഒരു മാൾ റോഡൊക്കെ ഉണ്ട്. അതാണ് അങ്ങോട്ട് കാണുന്ന റോഡ്. അവിടെ ഇതിൽ രാത്രിയിലൊക്കെ വരാനൊക്കെ അടിപൊളിയാട്ടോ. നിങ്ങൾ ഈ സ്ഥലമൊക്കെ വേറെ പലരുടെയും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേരിപ്പോൾ ഇവിടെ ഉണ്ട്. ഉത്തരാഖണ്ഡിലുണ്ടായിരുന്നു. ഈ ബിൽഡിങ് ഉണ്ടല്ലേ, ഇത് രാത്രി നല്ല രസമായിരിക്കും. ഇനിയും പോകാനുള്ള വഴി എനിക്കറിയത്തില്ല. ഇനി വഴി നോക്കണം, മാപ്പ് ഇടണം. എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് മാപ്പ് ഇടാം. അപ്പോൾ ഞാൻ വീണ്ടും മാപ്പ് ഇട്ടു. ഇവിടുന്ന് 154 കിലോമീറ്റർ ആട്ടോ മൊത്തം. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ 4 മണിയാകുമ്പോൾ നമ്മൾ എത്തുള്ളൂ. അപ്പോഴേലും നമുക്ക് എത്തണം. 5 മണിയായി കഴിഞ്ഞാൽ എന്തായാലും ഇരുട്ടാവും. അപ്പോൾ നമ്മൾ മുസൂരിയിൽ നിന്ന് വിടുകയാണ്. നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും
ഇപ്പോൾ കാണാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ വരാം എന്തായാലും. ഒരു ഊട്ടിയിലൊക്കെ ചെന്ന പോലെ ഒരു ഫീൽ കേട്ടോ. മുസ്സൂരി അടിപൊളിയാണ്. ഉത്തരാഖണ്ഡ് വരുന്നവരൊക്കെ എന്തായാലും മുസ്സൂരിയും കൂടെ വിസിറ്റ് ചെയ്യാം. മുസ്സൂരിൽ വന്ന് ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്താൽ 1-2 ദിവസമൊക്കെ ആയിട്ട് നമുക്ക് കറങ്ങി കാണാം. കോൺക്രീറ്റ് ചെയ്ത റോഡാട്ടോ, ഇവിടെ ഒന്നും ടാറില്ല. ഇതുവരെ നമുക്ക് ഡെറാഡൂണിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡൊക്കെ നല്ല റോഡായിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന്, അങ്ങോട്ട് ഇനി നല്ല റോഡൊന്നും ആവില്ല. ഇനി ഫുള്ള് ഉള്ളിലേക്കാണ്. നമ്മൾ ബദ്രിനാഥൊക്കെ പോയത് ഉത്തരാഖണ്ഡിൻ്റെ ഒരറ്റത്ത് പോയി. ഇപ്പോൾ നമ്മൾ മറ്റൊരു അറ്റത്തേക്കാണ് പോകുന്നത്. ഹിമാചലിൻ്റെ ബോർഡറൊക്കെ ആയിട്ട് വരും. ഏകദേശം നമ്മളിപ്പോൾ ഈ പോകുന്ന ശാംഗ്രി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നൊക്കെ ഒരു 10-30 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹിമാചലിലേക്ക് കയറാൻ പറ്റും. ഉള്ളിലൂടെ കേട്ടോ, ഉൾഗ്രാമങ്ങളിലൂടെയുള്ള വഴികളായിരിക്കും എല്ലാം. വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല അവിടെ. നമ്മളെ ഗൂഗിളുമായി ഇതിലേക്കോ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഫുള്ള് മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. നമ്മൾ പുള്ളി കൂടൊക്കെ കറങ്ങിയാണ് പോകുന്നത്. ഇപ്പോൾ റോഡൊക്കെ മാറിയിട്ട് ഏതോ കോൺക്രീറ്റ് വഴിയൊക്കെ ആയി. ഇതൊന്നും അല്ല, നേരെയുള്ള റോഡുണ്ട്. ഓ, ഇത് കാണാനായിരിക്കും ഗൂഗിളുമായി ഇതിലെ കൊണ്ടുവന്നത്. അങ്ങോട്ട് നോക്കിയേ, പൊളി. ദേ ഇവിടം വരെ നമുക്ക് സാധാ മലകൾ കാണാം. അതിൻ്റെ അപ്പുറത്ത് മഞ്ഞ് മൂടിയ മലകൾ കാണാം കേട്ടോ. ഫുള്ള് സ്നോയിൽ മൂടി കിടക്കുന്നത്. അടിപൊളി. ശരിക്കും ഇതല്ല റോഡ്. നമുക്ക് അവിടുന്ന് മുസ്സൂരി നമ്മൾ കണ്ട ലൈബ്രറി ഇല്ലേ, അവിടുന്ന് നമുക്ക് വേറെ റോഡുണ്ടായിരുന്നു. ഒരു 2-3 കിലോമീറ്റർ നമ്മളിപ്പോൾ എക്സ്ട്രാ മുസ്സൂരി കൂടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. ദേ ഇവിടുന്ന് ലെഫ്റ്റാട്ടോ, നേരെ മുസ്സൂരി 1 കിലോമീറ്റർ, ഡെറാഡൂൺ അങ്ങോട്ട് 32, നമുക്ക് ഇങ്ങോട്ട് കെംപ്റ്റി ഫാൾസ് 13 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ആ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന മഞ്ഞുമലകളൊക്കെ ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ പോവാം കേട്ടോ. നമ്മളൊരു 2-3 ദിവസം കൊണ്ട് നമ്മൾ സ്നോ ഒക്കെ ഉള്ള സ്ഥലത്ത് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നോ ഒക്കെ കാണാൻ പറ്റും. വരും വീഡിയോകളിൽ എന്തായാലും ഉണ്ടാവും. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സ്നോ ഫാളിങ്ങും എല്ലാം ഉണ്ടാവും.